നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കുന്ന റീഡിങ്സ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളൊരു എനർജിയാണ് കാണുന്നത്. നമുക്ക് അവരുടെ മനസ്സൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിക്കുന്നത് ആ പേഴ്സൻ്റെ പേര് 3 പ്രാവശ്യം പറഞ്ഞ് ലൈക്ക് ചെയ്ത് എനർജിയെ കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. നിങ്ങളോട് അവർക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളൊരു എനർജിയാണ് നമ്മൾ കണക്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്കത് റെസനേറ്റ് ആവാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് മാറ്റമാണ് വേണ്ടത് എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഏത് രീതിയിൽ നിങ്ങളുടെ ബന്ധം തിരിച്ചു വരണം, അല്ലെങ്കിൽ ഏത് രീതിയിൽ നിങ്ങളുടെ ബന്ധം മുന്നോട്ടേക്ക് ഫ്യൂച്ചറിലേക്ക് പോകണം, അത് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹത്തെ തീർച്ചയായിട്ടും കമൻറ്റിൽ അഫർമേഷൻസ് ആയിട്ട് എഴുതുക. അക്ഷരങ്ങളുടെ മാജിക്ക് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. 100% ഞാൻ പറയുന്നു, നിങ്ങൾ കറക്റ്റായിട്ട് എല്ലാ ദിവസവും വളരെയധികം വിഷ്വലൈസേഷൻ, മനസ്സിൽ വളരെയധികം ഒരു വിഷ്വലൈസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കാര്യം എഴുതുകയാണെങ്കിൽ 100% നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അറിയാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു മിറാക്കിൾ സംഭവിക്കുന്നതായിരിക്കും. നിങ്ങളുടെ റിലേഷൻ ഏത് രീതിയിലാണ് മാറേണ്ടത്, ഏത് രീതിയിൽ നിങ്ങളുടെ ബന്ധം നിങ്ങളിലേക്ക് വരണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അത് നിങ്ങൾ തീർച്ചയായിട്ടും അഫർമേഷൻസ് ആയിട്ട് എഴുതുക. അതുപോലെ നിങ്ങളുടെ ജീവിത പുരോഗതിക്കും നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനും എല്ലാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും അഫർമേഷൻസ് എഴുതാവുന്നതാണ്. നിങ്ങൾക്ക് 100% ഫലം കിട്ടും. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതെന്ന് മനസ്സിലാക്കുക. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വ്യക്തിയിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുത്ത് നോക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് കിട്ടും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഫ്യൂച്ചർ, നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്, വരാൻ പോകുന്നത് എന്താണ്, അതുപോലെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ബന്ധങ്ങളിൽ തേർഡ് പാർട്ടിയുടെ എനർജി ഉണ്ടോ, അതുണ്ടെങ്കിൽ അത് അവരുടെ ലക്ഷ്യം എന്താണ്, നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കും വളരെ വ്യക്തവും കൃത്യവുമായിട്ട് മറുപടി ലഭിക്കുന്ന ഒന്നാണ് ടാറോ റീഡിങ്സിൻ്റെ പേഴ്സണൽ റീഡിങ്സ്. അത് നിങ്ങൾ അതിൻ്റേതായ രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, ഇത് പോസിറ്റീവായിട്ട് തോന്നുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. റൈറ്റ് ഹീലിംഗ് പ്രാക്ടീസ് ചെയ്യുക, അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യുക, അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ്. എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ലെങ്കിലും നന്ദി എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വേറെ ഒന്നും വേണ്ട നമ്മുടെ ജീവിതം മാറാനെന്ന് മനസ്സിലാക്കുക. ആരെയും മോശമായി കാണണ്ട, എല്ലാവരെയും പോസിറ്റീവായിട്ട് കാണുക. പല രീതിയിലുള്ള വ്യക്തികളായിരിക്കും, സിറ്റുവേഷൻസ് ആയിരിക്കും നമ്മുടെ ലൈഫിലൂടെ കടന്നു പോകുന്നത്. ഒന്നിലും എക്സ്പെക്റ്റേഷൻ ചെയ്യാതിരുന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരും. പ്രതീക്ഷയാണ് നമ്മുടെ ജീവിതത്തെ തകർത്ത് കളയുന്നത്. ഒരിടത്തും നിങ്ങൾ പ്രതീക്ഷ കൊടുക്കാതെ നിങ്ങളിൽ നിങ്ങൾ പ്രതീക്ഷിക്കുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ എന്താണ്, നിങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനം നിങ്ങളിൽ ഓരോ വ്യക്തികൾക്കും ഉണ്ടായാൽ 100% ഞാൻ പറയട്ടെ, നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ മിറാക്കിളുകൾ സംഭവിക്കും. മറ്റുള്ളിടത്ത് പ്രതീക്ഷിച്ച് നമ്മളുടെ കഴിവുകളെ നമ്മൾ ശോഷിപ്പിച്ച് കളയുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മളുടെ തീരുമാനങ്ങളെ, നമ്മളുടെ ആ ഒരു മെൻ്റൽ പവറിനെ, നമ്മുടെ പേഴ്സണാലിറ്റീനെ നമ്മൾ തകർത്ത് കളയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ലാതായി പോകുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. ദ ഹെർമിറ്റിൻ്റെ എനർജിയാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചാൽ ദ ഹെർമിറ്റ് എനർജിയുടെ പ്രസൻസ് ആണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിനകത്ത് ഏപ്രിൽ മാസത്തിൻ്റെ എനർജി, ജനുവരി മാസത്തിൻ്റെ എനർജി, അതുപോലെ തന്നെ മാർച്ച് മാസത്തിൻ്റെ എനർജി ഒക്കെ കണക്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. വളരെ സ്ട്രോങ് ആയിട്ടുള്ള കുറേ എനർജികളുടെ പ്രസൻസ് കാണാൻ പറ്റുന്നുണ്ട്. വളരെയധികം ഒരു ഏകാന്തതയിലാണ് നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച്. അവർ കുറച്ച് തിരിച്ചറിവിൻ്റെ പാതയിലാണ്. ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫർമേഷൻ അവരിൽ സംഭവിക്കുന്നുണ്ട്. മാത്രവുമല്ല, അവരെ സംബന്ധിച്ച് അവർക്കിപ്പോൾ ആരോടും ഒന്നും ഷെയർ ചെയ്യാനില്ലാത്ത ഒരു ഒറ്റപ്പെടൽ അവർ അനുഭവിക്കുന്നുണ്ട്. കൂടാതെ തന്നെ അവർ ഒരുപാട് പെയിൻ എനർജിയിലൂടെയാണ് കേട്ടോ കറൻറ്റിലി കടന്നു പോകുന്നത്. ഒരുപാട് ചിന്തിക്കുന്നുണ്ട്, ഒരുപാട് ഓവർ തിങ്കിങ് എനർജിയിലൂടെയാണ് ഈ ഒരു പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നത്. അവരെ സംബന്ധിച്ച് അവർ പാസ്റ്റിലേക്ക് നോക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കിടയിലുണ്ടായ കോൺഫ്ലിക്റ്റുകൾ, നിങ്ങൾക്കിടയിൽ ഒരു ബൗണ്ടറി തീർത്തത്, നിങ്ങളോട് അവർ കാണിച്ച അവഗണനകൾ, അതുപോലെ അവരുടെ ലൈഫിൽ അവർ പ്രൊട്ടക്റ്റഡ് ആവാൻ ശ്രമിച്ചു, അതായത് നിങ്ങളെ ഒരു ഇരയാക്കിക്കൊണ്ട് അവർ പ്രൊട്ടക്റ്റഡ് ആവാൻ ശ്രമിച്ച കാര്യങ്ങൾ, അവരുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള വെല്ലുവിളികൾ പല ഇടങ്ങളിൽ നിന്നും അവർ നേരിടേണ്ടി വന്നത്,
ഇതൊക്കെ വളരെ ശക്തമായിട്ടും അവരുടെ ലൈഫിൽ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു വെല്ലുവിളി നിറഞ്ഞ ഒരു അവസ്ഥയിലൂടെയായിരുന്നു അവരുടെ പാസ്റ്റ് ലൈഫ്, മുൻ സമയങ്ങളിലെ എനർജി കടന്നുപോയതെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതെല്ലാം അവരിപ്പോൾ തിരിച്ചറിയുന്നു, അല്ലെങ്കിൽ അവരതെല്ലാം ഒന്നും കൂടി പാസ്റ്റിലേക്ക് അവരുടെ മനസ്സിനെ കണക്റ്റ് ചെയ്ത് അവരതിനെക്കുറിച്ചൊക്കെ പുനർവിചിന്തനം നടത്തുന്നു, അവർ ചിന്തിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ശരിക്കും അവർ ഓവർ തിങ്കിങ്ങിനാണ് കേട്ടോ. അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിശ്രമമില്ലാതെ ചിന്തിക്കുകയാണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്, ഇപ്പം കറൻറ്റിലി അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥകൾ, അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ച്, അവരുടെ ലൈഫിൽ അവർ നോക്കുമ്പോൾ അവർക്കൊരു ഹോപ്പ് എനർജി ഉള്ളത്, ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഉള്ളത് ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു എനർജി മാത്രമേ ഉള്ളൂ. ബാലൻസ് എല്ലാം അവർക്ക് ബ്ലോക്കേജുകളാണ്. മാത്രമല്ല ഒന്നിലധികം പ്രശ്നങ്ങളെയും കൂടി അവരുടെ തലയ്ക്ക് മേളിൽ നിൽക്കുന്നതായിട്ടുള്ളൊരു എനർജി. ഒരു പക്ഷേ ചിലരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഫാമിലി ഭാരം, പേരൻസിൻ്റെ മറ്റു കാര്യങ്ങളും, കടബാധ്യതകൾ, അതുപോലെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളെ അവർ ഏറ്റെടുക്കേണ്ടി വന്ന സിറ്റുവേഷൻസുകൾ, ടോട്ടലി അവരെ സംബന്ധിച്ച് അവർക്ക് വിശ്രമമില്ലാതെ അവർ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. പ്ലസ് നിങ്ങളുടെ എനർജിയിലേക്കൂടെ അവരെ കണക്റ്റ് ചെയ്യുമ്പോൾ കാണുന്നത് അവർക്കൊരു തിരിച്ചറിവ് വരുന്നു, എവിടെയാണ് തെറ്റുപറ്റിയത്, എന്താണ് തെറ്റുപറ്റാൻ കാരണം, അതുപോലെ തന്നെ ഇനി എന്താണ് നെക്സ്റ്റ് ആക്ഷൻ എടുക്കേണ്ടത് എന്നൊക്കെയുള്ളൊരു തീരുമാനം അവരുടെ ഉള്ളിലേക്ക് കണക്റ്റ് ചെയ്ത് വരുന്നുണ്ട്. നിങ്ങളോട് അവർക്ക് പറയാനുള്ളൊരു എനർജിയിലേക്ക് നോക്കുമ്പോൾ ഒരു ഹാപ്പി ഫാമിലി എനർജിയാണ്. ശരിക്കും നിങ്ങളോടൊപ്പം ഒരു ജീവിതം അവർ ആഗ്രഹിച്ചിരുന്നു, ഒരു ചിൽഡ്രൻസ് പ്രസൻസ്, കുഞ്ഞുങ്ങൾ, കുടുംബം, അങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ ഏറ്റവും നല്ല ഇമോഷണൽ ബാലൻസ്, ഏറ്റവും നല്ല ഒരു മെൻ്റൽ സപ്പോർട്ട്, ഒരു നല്ലൊരു കമ്മിറ്റ്മെൻറ്റ്, ഇതെല്ലാം നിങ്ങളിൽ നിന്നും അവർ ആഗ്രഹിച്ചിരുന്നു, അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം അവർ ആഗ്രഹിച്ചിരുന്നു എന്നത് ഒരു പക്ഷേ നിങ്ങളോട് അവർ ഹൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു കാണും. അതൊക്കെ തുറന്നു പറയുക, അതായത് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളുടെ പ്രസൻസ് എനിക്ക് വേണം, നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ എനിക്ക് ഒരു അടി പോലും മുന്നോട്ട് പോകാൻ പറ്റില്ല, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളോട് ഇവർക്ക് പറയാനായിട്ടൊരു ജലസി എനർജി ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് അവരുടെ മനസ്സിൽ ഇങ്ങനെ തിങ്ങി നിൽക്കുകയാണ്. നിങ്ങളോട് അത് പറയാൻ അവർ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അവർ എലോൺ എനർജിയിൽ ഒറ്റയ്ക്കിരിക്കുന്ന സമയങ്ങളിൽ നിങ്ങളോട് അതവർ പറയുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവർക്കൊരു ബെർഡനാണ് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മകൾ അവർക്ക് വല്ലാത്തൊരു ഭാരമായിട്ടാണ് ഇപ്പോൾ കറൻറ്റിൽ നിൽക്കുന്നത്. അത് അവർ ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു പക്ഷേ അവർ ചിന്തിക്കുന്നത് അവർ നല്ല സമയത്ത് കറക്റ്റ് ടൈമിൽ ആക്ഷൻ എടുക്കാതെ പോയി, ആക്ഷൻ എടുക്കേണ്ട സമയത്ത്, തുറന്നു പറയേണ്ട സമയത്ത്, പ്രവർത്തിക്കേണ്ട സമയത്ത് ഇതൊന്നും അവർ ഉപയോഗിക്കാതെ പോയി എന്നൊരു ബെർഡൻ അവരെ വല്ലാതെ തളർത്തി കളയുന്നതായിട്ടാണ് കാണുന്നത്. അവരിപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു ഹാർഡ് വർക്ക് ചെയ്യുകയാണ്. അവർ എക്സ്ട്രാ വർക്ക് ചെയ്ത് അവരുടെ ലൈഫിനെ ആവശ്യമില്ലാത്ത എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ടുണ്ട്, ആവശ്യമില്ലാത്ത ഭാരം ചുമക്കുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട്. കൂട്ടത്തിൽ അവർക്ക് ഈ ഒരു ചിന്ത, ഓവർ തിങ്കിങ് എനർജിയും അവരെ തളർത്തി കളയുന്ന, അല്ലെങ്കിൽ അവരെ ഇരുത്തി കളയുന്ന ഒരു സിറ്റുവേഷൻസാണ്. അപ്പം ഇതെല്ലാം അവർ സ്വയം വഹിക്കുകയാണ്. ആരോടും പരാതിയില്ലാതെ അവരുടെ പ്രശ്നങ്ങളെല്ലാം അവർ മുന്നോട്ടേക്ക് കൊണ്ടുപോകുകയാണ്. അവരാരെയും കാണുന്നില്ല, ആരെയും കുറിച്ച് അവരൊന്നും അറിയുന്നുമില്ല. അവരുടെ ചുറ്റുപാടിൽ സംഭവിക്കുന്ന ഒരു കാര്യങ്ങളെക്കുറിച്ചും അവർക്ക് ശരിക്കും നല്ലൊരു അറിവില്ലാത്തൊരവസ്ഥയാണ്. അവരെ ആരാണ് സ്നേഹിക്കുന്നത്, അവർക്ക് ആരാണ് സപ്പോർട്ട്, അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത്, ഇതൊന്നും നിങ്ങളുടെ പേഴ്സണ് ക്ലാരിറ്റിയോട് കൂടി അറിയാൻ പറ്റുന്നില്ല. കാരണം അത്രത്തോളം ഒരു മെൻ്റൽ സ്ട്രഗിളിങ് അവർ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയിൽ അവർക്ക് കിട്ടുന്ന ആ ഒരു എനർജിയിലേക്ക് നോക്കുമ്പോഴാണ് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയോടൊത്ത് അവരൊരു ഇമോഷണൽ ഹാപ്പിനെസ്സോടുകൂടി ഒരു ഹാപ്പി ഫാമിലി എനർജി ആഗ്രഹിച്ചിരുന്നു. ഇന്നും അവരത് ആഗ്രഹിക്കുന്നു, ഇപ്പോഴും അവരതിനെ ഫോക്കസ് ചെയ്യുന്നു. ഒരു പക്ഷേ നിങ്ങളെ ഇനി സ്വന്തമാക്കുക, അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം മുന്നോട്ടേക്ക് പോകാൻ പറ്റുക എന്നതൊക്കെ ഒരു ഡിഫിക്കൽറ്റി, അതൊരു ടാസ്ക് എനർജി ഉള്ള കാര്യമായിരിക്കാം. പക്ഷെ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അവർക്കൊരു ഇൻസ്പിറേഷനാണ്. അവരുടെ ജീവിതത്തിൽ അവർക്കത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ, അവരുടെ ജീവിതത്തെ അവർക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ അവർക്കൊരു പ്രതീക്ഷ എന്ന് പറയുന്നത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തികളുടെ ഓർമ്മകളെ ബേസ് ചെയ്ത് അവർക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. ശരിക്കും അവരിടയ്ക്ക് അവരുടെ ആ ഒരു റിയാലിറ്റിയിലേക്ക്, അവരുടെ അവസ്ഥയിലേക്ക് അവർ ചിന്തിക്കുമ്പം അവരൊരു നിമിഷം തളർന്നു പോകുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരെ പിടിച്ച് നിർത്തുന്നതായിട്ട് കാണുന്നുണ്ട്. എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു
പ്രൊട്ടക്റ്റഡ് എനർജിയാണെന്നായിട്ട് അവർ കാണുന്നത്. ഒരു മദർഹുഡ് എനർജിയുടെ പ്രസൻസ് ആണ് നിങ്ങളിൽ അവർ കാണുന്നത്. കാരണം ഇതിനകത്ത് നിങ്ങളൊരു ത്യാഗം ചെയ്യാൻ മനസ്സുള്ള, കഠിന അധ്വാനം ചെയ്യാൻ മനസ്സുള്ള, ഭാരം ചുമക്കാൻ മനസ്സുള്ള ഒരു ക്യാരക്ടർ എനർജിയാണ്. എന്ത് പ്രശ്നങ്ങളെയും ഏറ്റെടുക്കാനും അതിന് വ്യക്തമാവുന്നൊരു സൊല്യൂഷൻ കണ്ടെത്തി ആ ഒരു പ്രശ്നത്തെ പരിഹരിച്ചു കൊടുക്കാനും ഒക്കെ നിങ്ങൾക്ക് കഴിവുള്ള ഒരു പേഴ്സണാലിറ്റി, ശരിക്കും പറഞ്ഞാൽ ഒരു മെച്യൂരിറ്റി ഉള്ള, ഒരു കമാൻഡിങ് എനർജി ഉള്ള, എന്നാൽ ബ്ലെസ്സിങ്സ് ഉള്ള ഒരു പേഴ്സണാലിറ്റി എനർജിയിലാണ് നിങ്ങളെ അവർ കാണുന്നത്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ അവർക്കൊരു അത്ഭുതം പോലെയാണ്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു മെൻ്റൽ പവർ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പോസിറ്റിവിറ്റി, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഉറച്ച തീരുമാനം, പേഴ്സണാലിറ്റി, ഇതിനെയൊക്കെ അവർ വല്ലാതെ അത്ഭുതത്തോടു കൂടി ചിന്തിച്ച് നിൽക്കുന്ന ഒരു എനർജി ആയിട്ടാണ് കാണുന്നത്. ഏത് പ്രതിസന്ധികളിലും നിങ്ങൾ ഒരാളെ തള്ളിപ്പറയുകയോ ഒറ്റപ്പെടുത്തുകയോ ചെയ്യാതെ എത്ര വലിയ പ്രതിസന്ധികളെയും കൂടെ നിന്ന് നേരിടാൻ പവറുള്ള ഒരു വ്യക്തിയായിരുന്നു എന്നുകൂടി നിങ്ങളെക്കുറിച്ച് അവർ ആഴത്തിൽ മനസ്സിലാക്കുന്നതായിട്ടാണ് കാണുന്നത്. ശരിക്കും അവരൊരു സെക്കൻഡ് ചാൻസ്, ഇനി ഒരു ചാൻസ് എനിക്ക് ഇതിനകത്ത് കിട്ടുമോ എന്നുള്ളൊരു കൺഫ്യൂഷനുണ്ട്. ആ ഒരു കൺഫ്യൂഷൻ്റെ കാരണം പാസ്റ്റാണ് കേട്ടോ. നിങ്ങളിലേക്ക് അവർക്ക് വന്നു ചേരാൻ പറ്റുമോ, നിങ്ങളോടൊപ്പം ഒരു ലൈഫ് ഇനി കണക്ട് ചെയ്യാൻ പറ്റുമോ, അറ്റ്ലീസ്റ്റ് നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ എങ്കിലും ഉണ്ടാവുമോ എന്നുള്ളൊരു ചിന്ത അവരുടെ ഉള്ളിൽ വരുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം പാസ്റ്റ് എനർജിയാണ്. പാസ്റ്റിൽ നിങ്ങൾക്ക് മുന്നിൽ അവർ നടത്തിയ ഒരു കോൺഫ്ലിക്റ്റ്, ഒരു ഫൈറ്റിങ്, നിങ്ങളെ ഒരു വാല്യൂ കൽപ്പിക്കാത്ത രീതിയിലുള്ള ചില ഇൻസിഡൻറ്റുകൾ ഈ ഒരു റിലേഷനിൽ കണക്റ്റഡ് ആയതെല്ലാം അവരെ സംബന്ധിച്ച് അവർക്ക് മറന്നു കളയാൻ പറ്റിയിട്ടില്ല. അവരത് ചിന്തിക്കുന്നുണ്ട്. ആ ചിന്തിക്കുന്നത് വെച്ച് ഇനി എനിക്കൊരു സെക്കൻഡ് ചാൻസിനുള്ള അർഹതയുണ്ടോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളോടത് ചോദിക്കുന്നുണ്ട്, നിങ്ങളോട് അവർ പറയാൻ ആഗ്രഹിക്കുന്നുമുണ്ട്. അവർക്ക് നിങ്ങളെ മനസ്സിലായി, നിങ്ങളുടെ വാല്യൂ മനസ്സിലായി, നിങ്ങളുടെ ആത്മാർത്ഥത മനസ്സിലായി, നിങ്ങളുടെ ആ ഒരു സ്ട്രെങ്ത് അതവർ മനസ്സിലാക്കി എന്നൊക്കെ അവർ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. 8 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. നിങ്ങളെ റിജക്റ്റ് ചെയ്ത് നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയ വ്യക്തിയുടെ എനർജിയാണ് ഇതിനകത്ത് കണക്റ്റ് ചെയ്തു വരുന്നത്. നിങ്ങളുടെ സ്നേഹത്തെ, നിങ്ങൾ കൊടുത്ത ഓരോ സമയത്തെ സ്നേഹത്തെയും അവർ ഒരു മടിയുമില്ലാതെ, ഒരു എന്താ പറയുക, ഒരു കുറ്റബോധവും ഇല്ലാതെ റിജക്റ്റ് ചെയ്തൊരു സമയമുണ്ട് പാസ്റ്റിലേക്ക് നോക്കുമ്പം. നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഇമോഷൻസിന് അവർക്ക് ആവശ്യമില്ല, നിങ്ങളിൽ അസംതൃപ്തമാണ് എന്ന് പറഞ്ഞ് മറ്റൊരു ബ്ലെസ്സിങ്സ്, മറ്റൊരു പോസിറ്റിവിറ്റിയിലേക്ക് ഇവർ കണക്റ്റ് ചെയ്ത വ്യക്തിയാണ്. മറ്റെവിടെയോ അവരതിന് ഒരു പ്രാധാന്യം കൽപ്പിച്ചു, അല്ലെങ്കിൽ മറ്റെവിടെയോ അവരൊരു പ്രതീക്ഷ വെച്ച് നിങ്ങളിൽ നിന്നും നിങ്ങളുടെ സ്നേഹത്തെ ഉപേക്ഷിച്ച് തന്നെ അതിനെ ഒരിക്കലും തിരിച്ചു വേണ്ട എന്ന് ചിന്തിച്ച് കടന്നുപോയൊരു വ്യക്തിയാണ്. പക്ഷേ ഇപ്പം അവർ മനസ്സിലാക്കുന്നു നിങ്ങളൊരു ലക്കി ചാൻസ് ആയിരുന്നു, അവർക്ക് കിട്ടാവുന്നതിലേക്ക് ഏറ്റവും ലക്കി എനർജി നിങ്ങളായിരുന്നു എന്നത് അവർ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന നിമിഷങ്ങൾ ഇപ്പം അവർക്ക് എൻജോയ്മെൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. നിങ്ങളോട് സംസാരിച്ചത്, നിങ്ങളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്തത്, നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ ക്യാരക്ടർ, ആ ഒരു എന്താ പറയുക കെയറിങ് മൈൻഡ്, ഇതെല്ലാം ഇപ്പം അവർക്ക് തീർച്ചയായിട്ടും തിരിച്ചറിയാൻ പറ്റുന്നു. നിങ്ങളൊരു പ്രഷ്യസ് ആണ്. ഏറ്റവും പൂർണ്ണതയുള്ള ദൈവീകമാകുന്ന അനുഗ്രഹത്തോടു കൂടി അവർക്ക് ലഭിച്ച ഒരു ഹെൽത്തി, ഏറ്റവും പവർഫുള്ളായ ഒരു ഹെൽത്തി റിലേഷൻ ആയിരുന്നു, അല്ലെങ്കിൽ ഹെൽത്തി എനർജിയിലുള്ളൊരു പേഴ്സൺ ആയിരുന്നു നിങ്ങളെന്നുള്ളതും അവരിപ്പം കറൻറ്റ്ലി വ്യക്തമായിട്ട് മനസ്സിലാക്കി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ശരിക്കും വിധിയെ അവർ പഴിക്കുന്ന ഒരു സമയമാണ് കേട്ടോ. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചില സമയങ്ങളിലൊക്കെ കണ്ണ് കെട്ടിക്കളയുക, അല്ലെങ്കിൽ നമുക്ക് നല്ലതും ചീത്തയും തിരിച്ചറിയാൻ പറ്റാതെ നമ്മൾ ചിലപ്പോൾ ഈ കയ്യിൽ കിട്ടിയ സൗഭാഗ്യത്തെ നമ്മുടെ കയ്യിൽ നിന്നും അത് മോശമാണെന്ന് ചിന്തിച്ച് വിട്ടുകളയേണ്ടി വരിക. ഇങ്ങനെയൊക്കെയുള്ള ഒരു ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ പോലും അറിയാതെ വിധിയുടെ വിളയാട്ടമായിട്ട്, വിധിയെന്ന് പറയുന്ന എനർജിയെ ബേസ് ചെയ്ത് എല്ലാ മനുഷ്യരിലും സംഭവിച്ചു പോകുന്നൊരു കാര്യമുണ്ട്. അപ്പം അവരെ സംബന്ധിച്ച് അവർക്ക് പാസ്റ്റിൽ തോന്നിയ ഒരു ഈഗോ, അല്ലെങ്കിൽ അവരോട് തോന്നിയ ഒരു സെൽഫിഷ് മെൻറ്റാലിറ്റി, അവരാണ് ഏറ്റവും പവർഫുൾ. അപ്പോൾ അതായത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അവർക്കൊരു ബ്ലോക്കേജ് ആണ്, ഒരു നെഗറ്റിവിറ്റി ആണ് എന്ന് തോന്നിയത് അവർ വിധിയെ പഴിച്ചുകൊണ്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് ആയിട്ടാണ് കാണുന്നത്. അവരൊരു മായ വലയത്തിൽ പെട്ടുപോയതുപോലെ അവർ ചെയ്തതൊന്നും അവർക്കിപ്പോൾ ഒരു ക്ലാരിറ്റി ഇല്ല. അങ്ങനെ ചെയ്തത് എന്താണ് എനിക്ക് സംഭവിച്ചത് പാസ്റ്റിലെന്നുള്ള ഒരു നെഗറ്റീവ് ആകുന്ന ഒരു ചിന്ത അവരെ കുറ്റപ്പെടുത്തുന്നൊരവസ്ഥയിൽ വിധിയെ
വ്യക്തിയെ ശപിക്കുന്ന ഒരു അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. നിങ്ങൾക്കിടയിൽ തീർച്ചയായിട്ടും ശക്തമാവുന്ന ബൗണ്ടറി ഉണ്ട് ഇപ്പോഴത്തെ ഒരു എനർജിയിൽ നോക്കുമ്പോൾ. അവർക്കൊരു ആക്ഷൻ എടുത്ത് നിങ്ങളിലേക്ക് വരാനൊന്നും സാധിക്കുകയില്ലാത്ത വിധം ചില തടസ്സങ്ങളും പ്രശ്നങ്ങളും നിങ്ങളുടെ എനർജിയിലും അവരുടെ എനർജിയെയും ബേസ് ചെയ്തുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. അവർ വിധിയെ പഴിക്കുന്ന ഒരു സമയവും അവരൊരു ട്രാപ്പ്ഡ് എനർജിയിൽ, അതായത് ഒന്നും തിരിച്ച് കിട്ടാതെ പോകുന്ന ആ ഒരു നിസ്സഹായതയിലുമാണ് കറൻറ്റ്ലി അവരെ കാണാൻ സാധിക്കുന്നത്. ചുറ്റും അവർ നോക്കുമ്പോൾ പ്രശ്നങ്ങളാണ്. നിങ്ങളിലേക്ക് വരിക എന്നതിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ പ്രശ്നങ്ങളാണ്. അവരുടെ ഈഗോയാണ് ഏറ്റവും പ്രാധാന്യമായിട്ട്. കാരണം അവർക്കൊരു തോന്നലുണ്ടായിരുന്നു ഇതിനേക്കാളും കൂടിയതല്ലെങ്കിൽ കുറച്ചും കൂടി പ്രഷ്യസായ മറ്റെന്തോ അവർക്ക് ലഭിക്കുമെന്നുള്ളൊരു തോട്ട്സാണ് അവരെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത്, അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷന് കാരണമെന്നുള്ളതുമെല്ലാം അവർ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ ഇമോഷൻസിനെ മറച്ചു വയ്ക്കാൻ ചില എനർജികളിൽ ഫാമിലിയുടെ പ്രസൻസും വളരെ സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഒരു ലേഡി പ്രസൻസ്, ഒരു എന്താ പറയുക, ഒരു ഇൻറ്റ്യൂഷൻ പവറുള്ള ഒരു ടീച്ചിങ് മേഖലയിലുള്ള, അതല്ലെങ്കിൽ ഒരു പവർഫുള്ളായ മറ്റു കാര്യങ്ങളെ പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ലേഡി പ്രസൻസിൻ്റെ എനർജിയും നിങ്ങളുടെ റിലേഷനിൽ ഒരു ബ്ലോക്കേജ് അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഇമോഷൻസിനെ അവർക്ക് ഹൈഡ് ചെയ്ത് വെക്കേണ്ടി വന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ഒരു പക്ഷേ ഒരു ടീച്ചിങ് ഫീൽഡിലുള്ള ലേഡി പ്രസൻസ് ആവാം, അതല്ലെങ്കിൽ കുറച്ച് സ്പിരിച്വാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്ത് പോകുന്ന ലേഡി പ്രസൻസ് ആവാം. അതല്ല എങ്കിൽ നമ്മൾ ഈ പറയുന്നത് പോലെ മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ, അറിവുകൾ പകർന്നു കൊടുക്കുന്ന ഒരു വെറൈറ്റി എനർജിയുള്ള, ഇപ്പോൾ എങ്ങനെ പറയുക, നമുക്കൊരു മറ്റുള്ള കാര്യങ്ങളെ അട്രാക്റ്റ് ചെയ്തു അല്ലെങ്കിൽ മറ്റുള്ളത് മുൻകൂട്ടി അറിഞ്ഞ് സംസാരിക്കാൻ കഴിവുള്ള ഒരു സ്ട്രോങ് ആകുന്ന ഒരു എനർജിയിൽ നിങ്ങളുടെ പേഴ്സൺ പെട്ടുപോയിട്ടുണ്ടായിരിക്കാം. അതല്ല എങ്കിൽ അത് മസ്കുലിനും ആവാം ഫെമിനിനും ആവാം കേട്ടോ മക്കളെ. അതുപോലെ തന്നെ ഇതിനകത്ത് ഫാമിലി എനർജി, അതായത് നെയിം ആൻഡ് ഫെയിം എനർജിയെ ബേസ് ചെയ്ത് ഫാമിലി എനർജിയുടെ പ്രസൻസും നിങ്ങളിലേക്കുണ്ടായിരുന്ന ഇമോഷൻസിനെ നിങ്ങളുടെ പേഴ്സണ് ഹൈഡ് ചെയ്യേണ്ടി വന്ന സിറ്റുവേഷൻസ് നമുക്കിവിടെ കാണിച്ചു തരുന്നുണ്ട്. അവർ ആക്ഷൻ എടുക്കണം ആഗ്രഹിക്കുമ്പോഴും, നിങ്ങൾക്കൊരു കപ്പ് ഓഫ് ലവ്, ഒരു സ്നേഹോപകാരം നൽകണമെന്ന് ആഗ്രഹിക്കുമ്പോഴും എല്ലാം അവരെ പിടിച്ച് പിന്നിലേക്ക് വലിക്കുന്ന ചില നെഗറ്റീവ് എനർജികൾ അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഫോഴ്സ് എനർജികൾ ഉണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കേട്ടോ. അതുപോലെ തന്നെ ദ എംപറർ എനർജിയുടെ പ്രസൻസ് ആണ്. കുറച്ച് ഈഗോ കൂടുതലായിരുന്നു. അതായത് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. ആകെ ഒരു കൺഫ്യൂസ്ഡ് എനർജിയിലും ഒരു ഇംബാലൻസിങ് എനർജിയിലേക്കൊക്കെ നിങ്ങളുടെ റിലേഷനെയും ഈ വ്യക്തിയെയും ബേസ് ചെയ്ത് കടന്നുപോയി എന്നുള്ളതാണ് കാണുന്നത്. മെയിനായിട്ട് ഇതിനകത്ത് പറയാൻ പറ്റുന്നത് ആ വ്യക്തിക്ക് തേർഡ് സിറ്റുവേഷൻസിൻ്റെ പ്രസൻസിന് ചെവി കൊടുക്കേണ്ടി വന്നു. കൂട്ടത്തിൽ ഇവർക്ക് കുറച്ച് ഈഗോ ഉണ്ടായിരുന്നു. നിങ്ങളുടെ സ്നേഹം പൊസസീവ്നെസ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്തു. അതായത് ഒരു പിടിച്ചെടുക്കൽ പോലെ, അതായത് അവർ അർഹതയില്ലാത്ത ഒന്നിനെ പിടിച്ചു മേടിക്കുന്നത് പോലെയാണ് നിങ്ങൾ അവരോട് ബിഹേവ് ചെയ്യുന്നത്. നിങ്ങൾ ഓവറായിട്ട് അവരിലേക്ക് കണക്റ്റഡ് ആകുന്നു എന്നതൊക്കെയാണ് ഇവരെ സംബന്ധിച്ച് ഇവർക്ക് നിങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു ഇംബാലൻസിങ് എനർജി എന്ന് പറയുന്നത്. അവർ പല കാര്യങ്ങളും നിങ്ങളോട് ഹൈഡ് ചെയ്തു. നിങ്ങളോട് അവർക്ക് തോന്നുന്ന മോശം ഇമോഷൻസ് ആണെങ്കിലും അതുപോലെ തന്നെ നിങ്ങളോട് അവർക്ക് തോന്നുന്ന ചില നെഗറ്റീവ് ആകുന്ന, അതായത് ഇപ്പോൾ എന്താ പറയുക, നമുക്ക് ആ ഒരു താല്പര്യക്കുറവും ഇങ്ങനെയെല്ലാം വരാൻ കാരണം മറ്റ് ചില എനർജികളുടെ പുറമേയുള്ള ചില എനർജികളുടെ പ്രസൻസ് തന്നെയായിരുന്നു നിങ്ങളിൽ അവർ കുറവ് കാണാൻ തുടങ്ങിയത് കേട്ടോ. ദ മൂൺ എനർജിയും വന്നു. കൂടാതെ തന്നെ ഇതിനകത്ത് ഒരു പക്ഷേ നിങ്ങൾ കൂടുതൽ കോൺഫിഡൻസോട് കൂടി ഫൈറ്റിംഗ് ചെയ്തിട്ടുണ്ടാവാം. അവരുമായിട്ട് സംസാരത്തിലും പെരുമാറ്റത്തിലൊക്കെ കുറച്ച് പിടിവാശി നിങ്ങൾ കാണിച്ചിട്ടുണ്ടാവാം. അതായത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു തീരുമാനമെടുക്കുക, അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് അവരോട് വളരെയധികം പവർഫുള്ളായിട്ട് സംസാരിക്കാൻ ഇടവരിക. ഇതെല്ലാം ഒരു കാർമിക് എനർജി പോലെ, ഒരു ട്രാപ്പ്ഡ് എനർജി പോലെ അവരുടെയും ബന്ധത്തിൽ സംഭവിച്ചു പോയതായിട്ടും അവർ ചിന്തിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ ഒരു അൺകണ്ടീഷണൽ ലവ്, വളരെയധികം ഒരു പൂർണ്ണതയോട് കൂടി, അതായത് പരിശുദ്ധമാകുന്നൊരു സ്നേഹം, അതായിരിക്കാം നിങ്ങളെ അവരിലേക്ക് കൂടുതൽ കണക്റ്റഡ് ആക്കാൻ ശ്രമിച്ചത്. പക്ഷെ അത് നിങ്ങളെയും അവരെ സംബന്ധിച്ച് ബന്ധത്തിൽ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്തത്, അല്ലാതെ ബന്ധത്തിനൊരു ദൃഢത ഉണ്ടാവുകയല്ല ചെയ്തതെന്നുള്ള കാണുന്നുണ്ട്. കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ട്. റിസ്ക് എടുക്കാത്തതിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിൽ പ്രാധാന്യം കൊടുക്കാത്തതിനെ സംബന്ധിച്ചൊക്കെ നിങ്ങൾക്കിടയിൽ ശക്തമാകുന്ന കോൺഫ്ലിക്റ്റ് ഉണ്ടായതായിട്ടുള്ളൊരു എനർജിയും കാണുന്നുണ്ട്. ഇതെല്ലാം തന്നെ അവർ പിന്നിലേക്ക് പോകാൻ, നിങ്ങളിൽ നിന്നും വിട്ടുപോകാനുണ്ടായ കാരണം ആയിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ച് കുറച്ച് അവർക്ക് സ്ട്രെസ് എനർജി അനുഭവിക്കുന്നുണ്ട് കേട്ടോ. ഒരു ഉറക്കമില്ലായ്മ വന്നു.
അവരെ സംബന്ധിച്ച് അവർ ഭയത്തിലേക്കൊന്ന് വീണു പോയതായിട്ട് കാണുന്നുണ്ട്. കാരണം ഈ ഒരു ബന്ധത്തിൻ്റെ ഇനി നെക്സ്റ്റ് വരാൻ പോകുന്നത് എന്താണെന്നുള്ളൊരു പേടി അവരെ വല്ലാതെ ഉലച്ചതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവരുതെന്ന് ചിന്തിച്ചാണ് അവർ നിങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടും മാറി നിന്നത്. ഇപ്പോൾ അവർ ഫാസ്റ്റായിട്ട് ചിന്തിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് അറിയണമെന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്കിടയിലെ ബന്ധത്തിനകത്ത് നല്ല പൂർണ്ണതയോടുകൂടി പോകേണ്ട ബന്ധത്തിൽ എല്ലാവരിലും ഉണ്ടായ ആ ഒരു ക്യാരക്ടർ എനർജിയിലെ പ്രോബ്ലംസുകൾ, തെറ്റിദ്ധാരണ, നിങ്ങൾക്ക് അവരിലും തെറ്റിദ്ധാരണ ഫീൽ ചെയ്ത് അവർ റിസ്ക് എടുക്കുന്നില്ല, അല്ലെങ്കിൽ അവരിപ്പോൾ പഴയതുപോലെ അല്ല, എന്തൊക്കെയോ ചേഞ്ചിങ് വന്നു എന്നതെല്ലാം ഇതിനകത്ത് വളരെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും നമുക്കിവിടെ പറയാൻ സാധിക്കുന്ന ആൻസൈറ്റി, ഡിപ്രഷൻ എനർജിയിലേക്കൊക്കെ അവരൊന്ന് വീണ് പോയിരുന്നു. ഇതിൽ നിന്നും പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ അവർ വളരെ സേഫായിട്ട് പതുക്കെ ആർക്കും ഇലയ്ക്കും മുള്ളിനും കേടില്ല എന്ന് പറയും പോലെ ഇവരൊന്ന് മാറി നിന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അവരെ സംബന്ധിച്ച് ഫാസ്റ്റായിട്ട് ചിന്തിക്കുന്നുണ്ട് തിരിച്ചു വരണമെന്ന്. കാരണം നിങ്ങളുടെ സ്നേഹം, അൺകണ്ടീഷണൽ ലവ് എനർജി, അതായത് അത്രയും ആത്മാർത്ഥതയുള്ള നിങ്ങളുടെ സ്നേഹത്തെ അവർക്ക് ഇപ്പം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ചീറ്റിംഗ് ചെയ്തു എന്നുള്ളതും, അല്ലെങ്കിൽ അവരുടെ ഒരു ലോങ് ടൈം സക്സസ് എനർജി, അവരുടെ ഒരു ഡിവൈൻ ബ്ലെസ്സിങ്സോട് കൂടി ഒരു പാർട്ട്ണർ എനർജി, അല്ലെങ്കിൽ അവർ നിങ്ങളോട് ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടൈമാണ് ഏറ്റവും ബ്ലെസ്സിങ്സ് ടൈമെന്നും മാറ്റങ്ങളുടെ സമയമെന്നും ഒക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട്. സൺറൈസിങ് എനർജിയാണ് വന്നിരിക്കുന്നത്. അവർക്ക് ടോക്സിക് ആയിട്ട് തോന്നിയിരുന്ന നിങ്ങളുടെ ബന്ധത്തെ ഇപ്പോൾ അവർക്ക് വളരെയധികം ബ്ലെസ്സിങ്സ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. ആ ഒരു ബന്ധത്തിൻ്റെ ആഴം, നിങ്ങളുടെ പ്രസൻസ്, നിങ്ങളുടെ പോസിറ്റിവിറ്റി, ഇതെല്ലാം അവർ തിരിച്ചറിയുന്നു. നിങ്ങളോട് ഒരുമിച്ചൊരു ട്രാവലിംഗ് എനർജി, അതായത് മുന്നോട്ടേക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് കറക്റ്റ് ചെയ്ത് ഓവർകം ചെയ്ത് മുന്നോട്ടേക്ക് പോകണമെന്നവർ ആഗ്രഹിക്കുന്നു. ജീവിതത്തിൽ പ്രോബ്ലംസുകളെയെല്ലാം മറികടക്കണം, പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മാറണം. ആ ഒരു ചെറിയ മോശം സമയം ഉണ്ടായിരുന്നതിനെ മാറ്റി പോസിറ്റീവായൊരു സമയം ക്രിയേറ്റ് ചെയ്യണമെന്നൊക്കെ അവർ വല്ലാതെ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. 5 ഓഫ് പെന്റിക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ആദ്യമുണ്ടായിരുന്ന തെറ്റിദ്ധാരണ, നിങ്ങൾക്കിടയിലുണ്ടായിരുന്ന ഒരു ഇല്യൂഷൻ എനർജി, പെട്ടുപോയോ, അല്ലെങ്കിൽ ഇത് മോശമാണോ, ഈ ഒരു സിറ്റുവേഷൻസിനെ അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ചിന്തിച്ച ആ ഒരു എനർജി, ആ ഒരു സിറ്റുവേഷൻസ് മാറി ഇപ്പോൾ വളരെയധികം ഒരു ഒരു സ്വപ്നമായി തീർന്നിരിക്കുക. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അവരുടെ ഒരു ഡ്രീമായി മാറിയിരിക്കുന്ന സിറ്റുവേഷൻസ്, അതൊന്ന് റിയാലിറ്റി ആവണം. നിങ്ങളോട് ഒരുമിച്ച് നഷ്ടങ്ങളെ ക്ലാരിറ്റി വരുത്തി മുന്നോട്ടേക്ക് പോകണമെന്ന് അവർ ആഗ്രഹിച്ചു തുടങ്ങി. വളരെ ഫാസ്റ്റായിട്ടാണ് നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ കേട്ടോ. എവിടെയാണോ ഈ ബന്ധം തകർന്നത് അവിടെ നിന്ന് വീണ്ടും റീകണക്റ്റ് ചെയ്ത് എടുക്കണം. ഇതിനകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും അവരെ സംബന്ധിച്ച് നിങ്ങളിൽ നിന്ന് വിട്ടുപോയതോടുകൂടി അവർക്ക് ഒരുപാട് പരാജയങ്ങൾ, അല്ലെങ്കിൽ ഒരുപാട് നഷ്ടങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ എനർജി വൈബ് അവർ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളൊപ്പം നിന്നിരുന്നപ്പം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പോസിറ്റിവിറ്റിയും നിങ്ങൾ അവരിൽ നിന്നും പുറത്തേക്ക് മാറിക്കഴിഞ്ഞപ്പം അവർക്ക് വരുന്ന നെഗറ്റീവ് ആകുന്ന, അല്ലെങ്കിൽ വീഴ്ചകൾ, അവരെത്ര ശ്രമിച്ചിട്ടും അവർ വിജയിക്കാതെ വീഴ്ചകളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഒരു ഫ്യൂച്ചർ പ്ലാനിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ എന്താണോ അവർക്ക് കൊടുത്തത് അത് നിങ്ങൾക്ക് തിരിച്ചു തരണം എന്നത് തന്നെയാണ്. ഈ കാര്യങ്ങളെ ബേസ് ചെയ്തുള്ളതാണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും. മറ്റാരുടെയൊക്കെ പ്രസൻസ് ഉണ്ടായിരുന്നു നിങ്ങളെ അവരെയും തമ്മിൽ ഒന്ന് തെറ്റിക്കാനായിട്ട് കേട്ടോ. അതെല്ലാം അവർക്ക് മനസ്സിലായി കഴിഞ്ഞു. കാലം നിങ്ങൾക്ക് അനുകൂലമാകുന്നു, കാലം നിങ്ങൾക്ക് രണ്ടു എനർജികൾക്കും അനുകൂലമാകുന്നു. ഒരു ഇമോഷണൽ ബാലൻസിലേക്ക്, എവിടെയാണോ തെറ്റിയത് അവിടെ നിന്നും നേരെ കറക്റ്റ് എനർജിയിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് നമുക്ക് എനർജിയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് കേട്ടോ.